നമ്മുടെ പ്രപഞ്ചത്തിൽ ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഒരു ഗാലക്സിയെ കണ്ടെത്തിയിരിക്കുകയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ജേഴ്സ് GS-Z14-0 എന്നാണ് ഈ ഏൻഷ്യൻ ഗാലക്സിയുടെ പേര്. 13.5 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ഗാലക്സി. അതായത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് വെറും 290 ദശലക്ഷം വർഷം കഴിഞ്ഞ് മാത്രം രൂപപ്പെട്ടത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ഈ ഗാലക്സിയിൽ നമുക്ക് പ്ലാനറ്റ്സിനെ കാണാൻ സാധിക്കില്ല എന്നതാണ്. ഗ്രഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് ഹെവി എലമെൻറ്റ്സ് ആവശ്യമാണ്, പ്രത്യേകിച്ച് എർത്ത് പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഉണ്ടാവണമെങ്കിൽ. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് ഉണ്ടായിരുന്നത്. 100 മില്യൺ ഇയേഴ്സിനും 200 മില്യൺ ഇയേഴ്സിനും ഇടയിലാണ് ആദ്യത്തെ നക്ഷത്രം പ്രപഞ്ചത്തിൽ ഉണ്ടായി എന്ന് കരുതപ്പെടുന്നത്. ഈ നക്ഷത്രങ്ങളെ പോപ്പുലേഷൻ 3 സ്റ്റാർസ് എന്നാണ് അറിയപ്പെടുന്നത്. പോപ്പുലേഷൻ 3 സ്റ്റാർസ് എന്നറിയപ്പെടുന്ന ഇവയുടെ ഉള്ളിലാണ് ആദ്യത്തെ ഹെവി എലമെൻറ്റ്സ് അയൺ, ഓക്സിജൻ, കാർബൺ തുടങ്ങിയവ ഉണ്ടായത്. ആദ്യകാല ഗാലക്സികളിൽ ഹെവി എലമെൻറ്റ്സ് തീരെ കുറവായതിനാൽ ഇവിടെ ഗ്രഹങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. നക്ഷത്രങ്ങളുടെ ഉള്ളിലാണ് ഹെവി എലമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അവ പൊട്ടിത്തെറിച്ച് അഥവാ സൂപ്പർനോവ സംഭവിച്ച് ഈ എലമെൻറ്റ്സ് യൂണിവേഴ്സ് മൊത്തം സ്പ്രെഡായി. നമ്മളിന്ന് ഈ കാണുന്ന കല്ലും മണ്ണും പാറയും നമ്മുടെ ശരീരവുമെല്ലാം ഏതെങ്കിലും നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടതാണ്. ഇനി അവിടെ ഏതെങ്കിലും പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ അത് ജൂപ്പിറ്റർ പോലുള്ള ഗ്യാസ് പ്ലാനറ്റ്സ് ആയിരിക്കും.